ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. വിനീത് കുമാറിൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 26-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ പവി കെയർടേക്കർ. ദിലീപിൻ്റെ തിരിച്ചുവരവായി കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പവി കെയർടേക്കർ. 5 നായികമാരാണ് ചിത്രത്തിൽ. ഏറെ കാലത്തിനൊടുവിലാണ് ദിലീപ് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ വളരെ മികച്ച അഭിപ്രായം ലഭിക്കുന്നത്. ചിത്രം വലിയ ബിഗ് ബഡ്ജറ്റ് ഒന്നുമല്ല. 10 കോടിക്ക് താഴെ മാത്രമാണ് പവി കെയർടേക്കറിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച വോട്ടിംഗ് ദിവസമായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം. എന്നിട്ടും കുറച്ചു സമയങ്ങൾ കൊണ്ട് തന്നെ ചിത്രം ജനങ്ങളുടെ മനസ്സിലിടം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനിലേക്ക് വരുമ്പോൾ 1 കോടിക്ക് മുകളിലാണ് ചിത്രം ആദ്യ ദിവസം കളക്ഷനായി നേടിയിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ചിത്രം 1 കോടി കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടിയെങ്കിൽ തന്നെ ചിത്രം വളരെ മികച്ചതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ചിത്രം വേൾഡ് വൈഡായി 2 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം നേടിയിരിക്കുന്നത്. കൂടുതൽ കളക്ഷൻ ചിത്രത്തിന് നേടാൻ സാധിക്കട്ടെ. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ വർഷങ്ങൾക്ക് ശേഷം വളരെ മികച്ച രീതിയിൽ തന്നെ ചിത്രത്തിൻ്റെ 16 ദിവസവും തിയേറ്ററിൽ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രം 16 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് 33 കോടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുപ്പിച്ച് കുറേ ദിവസങ്ങളായി കേരള കളക്ഷനിൽ 1 കോടിക്ക് താഴെയാണ് എങ്കിലും 1 കോടിക്ക് അടുത്ത് തന്നെയാണ് കളക്ഷൻ ലഭിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം 75 കോടി ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ എത്രയും വേഗം തന്നെ 80 കോടി ടച്ച് ചെയ്യും. ഫൈനൽ കളക്ഷൻ എന്തായാലും 85 കോടിയിലേക്ക് വരും. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും തകർത്തഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം ഇനിയും മികച്ച കളക്ഷൻ നേടാൻ സാധിക്കട്ടെ. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജ് ചിത്രമായ ആടുജീവിതം ഇതാ തിയേറ്ററുകളിൽ 1 മാസം പിന്നിടുമ്പോൾ ഒരുപാട് വലിയ നേട്ടങ്ങളാണ് നേടിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 50 കോടിയിലേക്കും 100 കോടിയിലേക്കും 150 കോടിയിലേക്കുമൊക്കെ എത്തി വലിയ ഹിറ്റടിച്ചു നിൽക്കുന്ന ചിത്രമായ ആടുജീവിതം കേരളത്തിൽ നിന്ന് മാത്രം ഇതാ 76.5 കോടി കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ 155 കോടി ടച്ച് ചെയ്തിരിക്കുകയാണ് ആടുജീവിതം. പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ എഫേർട്ട് എടുത്തൊരു സിനിമ കൂടിയാണ് ആടുജീവിതം. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായ ആവേശം ഇതാ തിയേറ്ററുകളെ മൊത്തത്തിൽ തൂക്കിയെടുത്തിരിക്കുകയാണ്. ചിത്രം 16 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി 109 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആവേശം. കേരളത്തിൽ നിന്ന് മാത്രം ആവേശം 50 കോടി കളക്ഷനും നേടിയിട്ടുണ്ട്. വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയതിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചലച്ചിത്രമായി ഇതാ ആവേശം മാറിയിരിക്കുകയാണ്. ചിത്രത്തിലെ ചില ഭാഗങ്ങളെല്ലാം തന്നെ റീൽസിലൊക്കെ വലിയ ഹിറ്റായിരിക്കുകയുമാണല്ലോ. ഫഹദ് ഫാസിലിൻ്റെ കരിയറിലെ തന്നെ ആദ്യ 100 കോടി എന്ന റെക്കോർഡും ആവേശത്തിന് ഇനി സ്വന്തം. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.